കാസർഗോഡ് റിയാസ് മൗലവി കൊലപാതക കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. കൂടിയാലോചനകൾക്കായി അഡ്വക്കേറ്റ് ജനറൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബവും വ്യക്തമാക്കി. ആഭ്യന്തര വകുപ്പിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. റിയാസ് മൗലവി കൊലപാതക കേസിലെ 3 പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിട്ടത് പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടിയായിരുന്നു. ഉടൻ അപ്പീൽ നൽകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നെന്നും കേസിൽ തെളിവില്ലെങ്കിൽ പ്രതികളെ ജയിലിലിട്ടത് എന്തിനാണെന്നും റിയാസ് മൗലവിയുടെ സഹോദരൻ അബ്ദുൾ റഹ്മാൻ. നമ്മളുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അവർക്ക് നല്ലൊരു കനത്ത ശിക്ഷ കിട്ടുമെന്നായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അത് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നും നമുക്ക് മനസ്സിലാവുന്നത്. അന്വേഷണമൊക്കെ അത് കറക്റ്റായ ലെവലിൽ അത് എല്ലാ സാക്ഷിയും, കാരണം അവന് കൊലപ്പെടുത്തിയ സമയത്തുള്ള അവന്റെ എല്ലാ സാക്ഷികളും കറക്റ്റായി തെളിവുകൾ നിരത്തി വെച്ചിരുന്നു. നിരവധി തെളിവുകൾ ഹാജരാക്കിയിട്ടും പ്രതികളെ വെറുതെ വിട്ട നടപടി ഞെട്ടിച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത്ത്. റിയാസ് മൗലവിയുടെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരും. ഞാൻ വിശദമായ ഒരു നോട്ട്സ് ഓഫ് ആർഗ്യുമെന്റ്സ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ 100ഓളം സാഹചര്യങ്ങളിൽ 87 സാഹചര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് 1 by 1 കോടതിയിൽ ഹാജരാക്കിയതാണ്. അനേകം റൂളിംഗ്സിന്റെ കൂടെ, വിധിപ്പകർപ്പുകളുടെ കൂടെ സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ചിന്റെ ഒരു റൂളിംഗ് ഹാജരാക്കിയിട്ടുണ്ട്. ക്രിമിനൽ കേസിൽ ഇന്റൻഷനും നോളജുമാണ് നോക്കേണ്ടത്, മോട്ടീവ് അല്ല എന്നുള്ളത്. ആ റൂളിംഗും വിധിപ്പകർപ്പിൽ കാണുന്നു. കേസിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വിധി ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രതികളുടെ മൊഴികൾ വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് വളരെ നിരുത്തരവാദപരമായിട്ടാണ് പോലീസ് പെരുമാറിയത്. മൊബൈൽ ഫോണ്, എൻ്റെ സിം കാർഡ്, അതുപോലെ തന്നെ രക്തക്കറയുടെ DNA ഇതൊന്നും പരിശോധിച്ചിട്ടില്ല. അപ്പോൾ ഗുരുതരമായ വീഴ്ചയാണ് ഈ കാര്യത്തിൽ പറ്റിയതെന്നാണ് പറയുന്നത്. അന്വേഷണ സംഘത്തിനെതിരെ വിധിപ്പകർപ്പിലെ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് UDF തീരുമാനം. ജനാധിപത്യ വിശ്വാസികളെ ആശങ്കയിലാക്കുന്ന വിധിയെന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ നിരുത്തരവാദപരമാണെന്ന് KT ജലീൽ വിമർശിച്ചു. 24 കാസർഗോഡ്. റിയാസ് മൗലവി കേസിൽ സർക്കാരിനും പോലീസിനും ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ള വിമർശനമാരോപണം ഇന്നും പ്രതിപക്ഷം സജീവമായി ഉയർത്തി. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇന്ന് പുറത്തു വന്നിരുന്നു. അതിലേക്ക്. ഇവർ RSSകാരാണെന്ന് തെളിയിക്കാൻ 6 സാക്ഷികളുണ്ടായിരുന്നു. അതിൽ ഒരു സാക്ഷിയെ മാത്രമേ വിസ്തരിച്ചുള്ളൂ. അപ്പോൾ ഇവർക്കൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു, അവർക്കൊരു ശത്രുതയുണ്ടായിരുന്നു, മതപരമായൊരു വിദ്വേഷം ഉണ്ടായിരുന്നു. ആ വിദ്വേഷത്തിൽ നിന്നാണ് നിരപരാധിയായ ഒരാളെ കൊല്ലാൻ ഇവർ തയ്യാറായത് എന്ന് തെളിയിക്കാനും ഇവരുടെ RSS പശ്ചാത്തലം തെളിയിക്കാൻ സാക്ഷികളുണ്ടായിട്ട് പോലും മനഃപൂർവ്വം ആ സാക്ഷികളെ വിസ്തരിച്ചില്ല എന്നതാണ്. അപ്പോൾ RSS ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചന ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. DNA ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല എന്നാണ് ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്.